ഒരു കാട്ടാന ഒരു നഗരത്തെ നിശ്ചലമാക്കിയതിന്റെ നടുക്കത്തിലും ഭീതിയിലുമാണ് മാനന്തവാടി. വയനാട്ടുകാർക്ക് കാട്ടാനയും കാട്ടുമൃഗങ്ങളും ഒന്നും ഒരു പുതുമയുള്ള വാർത്തയല്ല. മുത്തങ്ങയിലും കാട്ടിക്കുളത്തും പുൽപ്പള്ളിയിലുമൊക്കെ കാട്ടാന ഇറങ്ങുന്നത് സാധാരണമാണ്. എന്നാൽ ഇതല്ല. കർണാടക വനത്തിൽ നിന്നും എത്തിയ കാട്ടാന നിലയുറപ്പിച്ചത് വയനാട്ടിലെ ഏറ്റവും തിരക്കേറിയ മാനന്തവാടി നഗരത്തിലാണ് എന്നതാണ് നാട്ടുകാരെ ഞെട്ടിപ്പിച്ചത്. മാനന്തവാടി നഗരവാസികൾ ഇന്ന് രാവിലെ ഉണർന്നത് നഗരത്തിൽ കാട്ടാന എത്തിയെന്ന വാർത്തയുമായാണ്. കോളർ കടിപ്പിച്ച തണ്ണീർ എന്ന പേരുള്ള കർണാടകയിൽ നിന്നും എത്തിയ കാട്ടാന നഗരത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത പരന്നതോടെ പരിസരവാസികളെല്ലാം ആശങ്കയിലായി. വാഹനങ്ങൾ റോഡിൽ നിന്നും പിൻവാങ്ങി. മാനന്തവാടി നഗരത്തിലെ കടകളെല്ലാം പോലീസ് അടപ്പിച്ചു. സ്കൂളുകൾക്കും മറ്റ് വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ഏറെ വൈകാതെ കർഫ്യൂ പ്രഖ്യാപിച്ചതോടെ ജനം ശരിക്കും വലഞ്ഞു. അപ്രതീക്ഷിതമായാണ് ഒരാന പൊതുജന ജീവിതത്തെ ആകെ തകിടം മറിക്കുന്നത്. രാവിലെ തന്നെ ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചിരുന്നുവെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. നഗരത്തിലെ ഏറ്റവും പ്രധാന ഭാഗങ്ങളിലൊന്നാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതോടെ പോലീസും വനപാലകരും വെട്ടിലായി. മയക്കുവെടി വെക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. നഗരപ്രദേശമാണ്. കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ വനത്തിലേക്ക് അയക്കുക, കാട്ടിക്കുളം വനത്തിലേക്ക് ആനയെ തുരത്തിയതിനു ശേഷം മയക്കുവെടി വെച്ച് ആനയെ പിടികൂടി കർണാടക വനത്തിലേക്ക് തിരിച്ചുവിടുക എന്നതായിരുന്നു പിന്നീട് വനം വകുപ്പിന് സ്വീകരിക്കാവുന്നത്. ഒടുവിൽ കുങ്കിയാനകളെ എത്തിച്ചു. അപ്പോഴേക്കും മണിക്കൂറുകൾ എട്ടായി. ജനങ്ങൾക്ക് അപ്പോഴേക്കും പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. ആന എപ്പോൾ എവിടെ എത്തുമെന്നറിയാതെ മാനന്തവാടിയിലെയും പരിസരങ്ങളിലെയും ജനം ആശങ്കയിൽ കഴിയേണ്ടി വന്നു. കർണാടക വനം വകുപ്പ് ഹസനിൽ നിന്നും പിടികൂടിയതാണ് തണ്ണീറിനെ. നമ്മുടെ അരിക്കോമനെ കോളർ കടിപ്പിച്ച് നാട് കടത്തിയതുപോലെ നാട് കടത്തപ്പെട്ട തണ്ണീർ എന്ന് പേരിട്ടിരിക്കുന്ന ആനയാണിതെന്നാണ് പറയപ്പെടുന്നത്. കോളർ കടിപ്പിച്ച ആനയെ എന്തുകൊണ്ടാണ് കർണാടക വനം വകുപ്പ് നിരീക്ഷിച്ചില്ലെന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. ആന കേരള അതിർത്തിയിലേക്ക് പ്രവേശിച്ച വിവരം എന്തുകൊണ്ടാണ് കേരള വനം വകുപ്പിനെ അറിയിച്ചില്ല? അഥവാ അറിയിച്ചിട്ടും നമ്മുടെ വനം വകുപ്പ് മിണ്ടാതിരുന്നതാണോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് നാട്ടുകാരിൽ നിന്നും ഉയരുന്നത്. ഒരാഴ്ച മുമ്പാണ് മാനന്തവാടിയിലും കാട്ടിക്കുളത്തും പരിസരങ്ങളിലും കരടി ഇറങ്ങിയത്. ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന വനമൃഗശല്യം വയനാട്ടുകാരുടെ സ്വൈര ജീവിതം തകർക്കുന്നതായുള്ള പരാതികൾക്കിടെയാണ് മാനന്തവാടി നഗരത്തെ മണിക്കൂറുകളോളം ഭീതിയുടെ മുൾമുനയിലാക്കിയ കാട്ടാനയുടെ വിളയാട്ടം അരങ്ങേറിയത്. വനം വകുപ്പിനെതിരെയും വയനാട് ജില്ലാ ചുമതലയുള്ള വനമന്ത്രിക്കെതിരെയും ജനരോഷം രൂക്ഷമാണ്.